ഹലോ എവരിവൺ, കരിയർ ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ശേഷം +2ലേക്ക് കടക്കുമ്പോൾ സയൻസിൽ തന്നെ പലതരത്തിലുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. ചിലവർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ് ചൂസ് ചെയ്യുന്നവരുണ്ട്. ചിലവർ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്സ് എടുക്കുന്നവരുണ്ട്. എന്നാൽ ചിലരാവട്ടെ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബയോളജി പഠിക്കുന്നവരുണ്ട്. നമുക്കറിയാവുന്നതാണ് സയൻസിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ബയോളജിയോ അല്ലെങ്കിൽ മാത്സോ ഒഴിവാക്കിയിട്ടുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇത്തരത്തിൽ +2 ബയോളജി ഒഴിവാക്കി പഠിച്ചവർ അവരുടെ +2 കാലഘട്ടത്തിന് ശേഷം മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങളുടെ മുൻപിലുള്ള കോഴ്സുകളുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആവുകയും ചെയ്യും, അല്ലേ? ഇങ്ങനെ +2 ശേഷം ബയോളജിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട കോഴ്സ് ചൂസ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിനെ പറ്റിയ 3 കോഴ്സുകളാണ് B.Pharm, Pharm.D ആൻഡ് GNM. കോഴ്സുകളെക്കുറിച്ച് വിശദമായിട്ട് അറിയാനായിട്ട് താല്പര്യമുള്ളവർ ചാനലിൽ കയറി ഒന്ന് നോക്കിയാൽ മതി. ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. B.Pharm കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷവും Pharm.D കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 6 വർഷവും GNM കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 3 വർഷമാണ് വരുന്നത്. B.Pharm ആൻഡ് Pharm.D കോഴ്സുകൾ എന്ന് പറയുന്നത് മരുന്നുകളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്ന 2 കോഴ്സുകളാണ്. ഈ കോഴ്സുകൾക്ക് മാൻഡേറ്ററി ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ്. മൂന്നാമതായിട്ട് വരുന്ന സബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ ബയോളജിയോ അല്ലെങ്കിൽ മാത്സോ ആയിരിക്കും. ഇനി GNM കോഴ്സ് +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചിട്ടുള്ളവർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ്. ഇത്തരത്തിൽ നിങ്ങൾ +2 ബയോളജി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ബയോളജിയുമായി ബന്ധപ്പെട്ട ഈ കോഴ്സുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ് കേട്ടോ. നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്സോ അല്ലെങ്കിൽ ബയോളജിയോ പഠിക്കേണ്ടതായിട്ട് വരും. എന്ന് കരുതി +2 പഠിക്കുന്ന അത്രയും ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് ഉണ്ടാവില്ല. എന്നാലും സിലബസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് കാണും. നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം അറിയാതെ പോകരുത് എന്തായാലും. ഇനി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് +2 ശേഷം മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഈ 3 കോഴ്സുകൾ B.Pharm, Pharm.D ആൻഡ് GNM ഇതിലേതെങ്കിലും ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. കരിയർ ഫ്രെയിംസിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ.